എക്സാമിനർ ഫാമിലി നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലല്ലേ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പതേ ന്യൂ ഇയർ ആയതേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ ജാനുവരി കഴിഞ്ഞു, ഇതാ ഫെബ്രുവരി ഇപ്പം കഴിയും എന്നുള്ള രീതിയിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഈ ന്യൂ ഇയർ തുടങ്ങിയ സമയത്ത് അല്ലെ 2025 സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും? റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. അത് ഒരു കീഴ്വഴക്കാണല്ലോ. ന്യൂ ഇയർ ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ മാറ്റം, ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല എന്നുള്ളൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പലരും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ. അതിൽ മെയിനായിട്ട് എല്ലാവരുടെയും ലിസ്റ്റിൽ കാണാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഈ വർഷത്തെ നിങ്ങളുടെ ആനുവൽ എക്സാം അല്ലേ. എൻ്റെ ഈ വർഷത്തെ ആനുവൽ എക്സാം ഞാൻ അങ്ങ് അടിപൊളിയാക്കി സെറ്റാക്കി എഴുതി A+ ഒക്കെ അങ്ങ് വാരിയെടുക്കും എന്നുള്ളത് നിങ്ങളിൽ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടാകുന്ന ഒരു റെസൊല്യൂഷൻ തന്നെയായിരിക്കും മിസ്സിന് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെയാണ് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എത്ര കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ മിസ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ എടുത്ത തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിൽ എത്ര പേര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മിസ്സേ, ഞാൻ അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുത്തു, അപ്പം ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഞാൻ നന്നായി റിവൈസ് ചെയ്തിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പം കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അല്ലെ കോൺഫിഡൻസോട് കൂടിയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയാൻ പറ്റുന്നുള്ളത്? ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ് ഒന്ന് മിസ് ഒന്ന് അറിയട്ടെ നിങ്ങളിൽ എത്ര പേര് ശരിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കങ്ങ് ശരിയാക്കാന്നേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മിസ്സേ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ അങ്ങ് കൊടുക്കുക. അല്ല ഇനിയിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ആവറേജ് ലെവലിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു 3 സ്റ്റാറോ ഒരു 2.5 സ്റ്റാറോ എന്നിട്ട് അല്ലെങ്കിൽ ആവറേജ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കൊടുക്കുക. ഇനി അതിലും താഴെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോ സ്റ്റാർ ആണ് മിസ്സേ, ഞാൻ ഒന്നും ആയില്ല, എവിടെ എത്തിയില്ല എന്നങ്ങ് കമൻസിൽ പറയാം. മിസ് എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ കമൻസ് ഇടാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എങ്ങനെയാ, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ ഒരു 2-3 സെക്കൻഡ് നേരത്തേക്കെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് നിങ്ങളോട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനിയിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറും കിട്ടിയിട്ടുണ്ടോ, ഞാൻ ചെയ്തത് ശരിയാണ് അല്ല തെറ്റാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പോയ രീതി ശരിയല്ല, ഇനി അങ്ങോട്ട് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ചിന്തിച്ചിരിക്കരുത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ അങ്ങനെ മനസ്സിലായി, ഇനി ഞാൻ എന്ത് ചെയ്യണം, കഴിഞ്ഞ പോലത്തെ പോലെ അല്ല, ഒരു സ്റ്റെപ്പെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, മുൻപോട്ട് നടക്കണം, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ട് മുൻപോട്ടേക്ക് പോകണം അല്ലേ. അപ്പം അതിനുള്ള വഴികളാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷം വന്നിട്ട് മിസ് എല്ലാം കൂടെ ഞങ്ങളിപ്പോൾ പഠന ശരിയല്ല, പഠിച്ച ശരിയല്ല എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കിയാൽ എന്ത് ചെയ്യുന്നു, അങ്ങനെയും ടെൻഷൻ ആവണ്ട. അപ്പം നിങ്ങളിപ്പോൾ ഒന്നും ആയില്ല, ഇപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല, ഇപ്പോഴും റിവിഷൻ എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാമിലിയാണ് അല്ലേ. എക്സാമിനറും നിങ്ങളും നമ്മളും ഒക്കെ ഒരു ഫാമിലിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റിവിഷൻ ക്ലാസ്സസും ഇതിനുള്ള PYQ സീരീസ് ഒക്കെ നമ്മൾ തരാൻ വേണ്ടി പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആ ഒരു അവസാന നിമിഷവും നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഞങ്ങൾക്കുണ്ട് നിങ്ങളിൽ കോൺഫിഡൻസ്. നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം ഹാളിൽ കയറി ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളെക്കാളേറെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് ഒരുക്കി തരുന്നത് അല്ലേ. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ കണ്ട് റിവിഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഫുള്ളി കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ എക്സാം ധൈര്യമായിട്ട് പോയി എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, മിസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങളിപ്പോൾ ചെയ്ത രീതി ശരിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് മുന്നോട്ടേക്ക് ഒരു കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളെ കൺട്രോളിങ് ചാപ്റ്ററിലൊക്കെ പഠിച്ച പോലെ ഒരു കറക്റ്റീവായിട്ടൊരു ആക്ഷൻ നമ്മൾ എന്താ, ആക്ച്വൽ പെർഫോമൻസും അല്ലെങ്കിൽ നമ്മളെ ഡിസയർ ഒബ്ജക്റ്റീവും തമ്മിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ അവിടെ
ഒരു കറക്ഷൻ ആക്ഷൻ എടുക്കണമെന്ന് കൺട്രോളിങ്ങിൽ പഠിച്ചതുപോലെ ഇനി നമ്മളും എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോളിങ്ങിന് വേണ്ടി ഇറങ്ങണം. ഇനി നമ്മളും നന്നായിട്ടൊരു പുതിയ സ്റ്റെപ്പ് എടുക്കണം. അതിനെങ്ങനെ എടുക്കണം എന്ന് അറിയാണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നോർത്തും നിങ്ങൾ വിഷമിക്കേണ്ട. അവിടെയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് വേണ്ടി കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വെച്ച് തരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. +1 എക്സാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ +2 എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയിലേക്ക് കാല് വയ്ക്കാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ +2 അവസാന നിമിഷമാണ്. ഇനിയിപ്പോൾ അത് മാക്സിമം എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും റിവിഷൻ ആയില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പൊരുതണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഇനിയുള്ള വളരെ കുറച്ച് നമ്മുടെ ആനുവൽ എക്സാമിനോട് തൊട്ട് കിടക്കുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം റിവൈസിന് വേണ്ടി അല്ലെ റിവിഷന് വേണ്ടിയിട്ട് അല്ലെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താ, നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു നോട്ട്സുകളാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം. അല്ലാതെ നിങ്ങൾ ഈ റിവിഷൻ്റെ സമയത്ത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പോലെ വലിയ പാരഗ്രാഫ് കണക്കിനുള്ള നോട്ട്സ് കാര്യങ്ങൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അത് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന എന്തായിരിക്കും, ഒന്നെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സെൽഫായിട്ടുള്ള നോട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമല്ലേ. എക്സാമിന് പോകുന്നതിന് മുൻപ് ഓരോ പോയിന്റ്സ് എടുത്ത് വായിക്കാൻ അത് എളുപ്പമായിരിക്കും അല്ലേ. മറ്റേത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നിങ്ങളുടെ സാധാരണ നിങ്ങളുടെ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ ആണെങ്കിലും എന്താ പോയിന്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എക്സാമിൻ്റെ ഫാമിലി എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഈ റിവിഷൻ ബാച്ച്, അതായത് +1 കൊമേഴ്സിലെ യുവ ബാച്ച്, റിവിഷൻ ബാച്ചിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, അവിടെ എന്തുണ്ട്, ഷോർട്ട് നോട്ട് ലൈവുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഷോർട്ട് നോട്ട് ലൈവുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാരണ നോർമൽ ലൈവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ കുഞ്ഞു കുഞ്ഞു റിവിഷൻ നോട്ടുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ലൈവിലും എന്തായിരിക്കും, നിങ്ങളുടെ ആ നോട്ട്സ് നിങ്ങൾക്ക് ആ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ലൈവ് സെഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ആ ലൈവ് സെഷനിൽ കിട്ടുന്ന PDF ആയിക്കോട്ടെ, നിങ്ങൾക്ക് PDF ഫോമാറ്റിൽ കിട്ടുന്ന നോട്ട്സ് ആണെങ്കിലും എന്താ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നിങ്ങളെ ഒന്ന് പൊടി തട്ടി എടുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സുകളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ മക്കൾ, അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സാമിൻ്റെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിവിഷൻ ബാച്ച് ആണെങ്കിലോ വെറും 1000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ബാച്ച് കിട്ടാൻ വേണ്ടി പോണത്. എന്തൊക്കെയുണ്ട് ഈ ബാച്ചിൽ, വെറും ഷോർട്ട് നോട്ട് ലൈവ് മാത്രമാണോ, അല്ല. ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, 1 ഷോട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, PDF ക്ലാസ് നോട്ട്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ന്യൂ പാറ്റേൺ ബേസ്ഡ് മോഡൽ എക്സാംസും വർക്ക് ഷീറ്റ്സും PYQ വീഡിയോ സൊല്യൂഷൻസും ക്വസ്റ്റ്യൻ ബാങ്ക്സും എല്ലാം അടങ്ങിയതാണ് നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ടെൻഷൻ ആവണ്ട. അതിനിതാ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് നമ്മുടെ യുവ ബാച്ച് ഉണ്ടല്ലേ, റിവിഷൻ ബാച്ച് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റിവിഷൻ ബാച്ച് മാത്രമല്ലാതെ വേറൊരു കാര്യം കൂടെ മിസ് പറയാം. ഇപ്പോൾ +1 മക്കളാണ് നിങ്ങൾ, ഈ എക്സാം കഴിഞ്ഞാൽ നേരെ +2 എന്ന് പറയുന്ന ഒരു വലിയൊരു ഓപ്ഷനാണ് കിടക്കുന്നത് അല്ലേ. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ ഇതുവരെ +1 പോയതുപോലെയല്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ വേണം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു 365 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഒട്ടും ഓർഡർ അല്ലാതെ ഒരു സ്ട്രക്ചേർഡ് അല്ലാതെ ക്ലാസ്സസ് പോകാതെ അതിന് പകരമായിട്ട് നിങ്ങൾ എന്തായിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വേണം ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മുടെ +2 ബാച്ച് ഉണ്ട് അല്ലേ. +2 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നമ്മുടെ +2 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ്, 5999 രൂപയ്ക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അറിയോ, നമ്മളിതാ നേരത്തെ പറഞ്ഞ ഈ എക്സാം സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ 1000 രൂപയുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തോരം കാര്യങ്ങളാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അടുത്ത വർഷവും സെറ്റായി, ഈ വർഷവും നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, സെക്യൂർഡ് ആയിട്ട് നിങ്ങളെ കൈമ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ആരും വെയിറ്റ് ചെയ്തിരിക്കാതെ, ഇനി വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയമല്ല, ഇനി നമുക്ക് എന്താ ആക്ഷനിലേക്ക് കടക്കേണ്ട സമയമാണ്. ഇനിയിപ്പോൾ പ്ലാനിങ് അല്ല, ഇനിയിപ്പോൾ
എന്താ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കേണ്ട സമയമാണെന്ന് പറയണ പോലെ നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ പോരാ, നമ്മൾ ഇറങ്ങി കളിക്കേണ്ട സമയമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, ഒരുപാട് ഈ വർഷവും അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെക്യൂർഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരും എന്ത് ചെയ്യുക, ആരും എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്ത് സമയം കളയാതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സീറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സസ് കണ്ടു തുടങ്ങുക കേട്ടോ.